അതിനുശേഷം കേരളത്തിൽ കുറെ കാലം മൂലക്കിലിരിക്കുകയായിരുന്നു എം എ ബേബി സഖാവ്. ആ എം എ ബേബി സഖാവിന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയൊരു സ്ഥാനം കൊടുത്തു ഇപ്പോ. കാരണം ഈ സാധനം രാജ്യത്തില്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും തീർന്നു. ത്രിപുരയിലുണ്ടായിരുന്നു, ബംഗാളിലുണ്ടായിരുന്നു, അവിടെ എല്ലാം ഗവൺമെന്റ് പോയി. ഇനി ഒരേ ഒരു മുഖ്യമന്ത്രി. ആ ഒരേ ഒരു മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഇരിക്കുന്ന കേരളത്തിൽ ശ്രീമാൻ എം എ ബേബിക്ക് പോളിറ്റ് ബ്യൂറോയിൽ ഏറ്റവും വലിയ ഉന്നതമായിട്ടുള്ള സ്ഥാനം തന്നെ കിട്ടിയപ്പോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് രാജ്യവിരുദ്ധമായി പോയി എം എ ബേബി സാറിന്റെ. ആള് പറയുകയാണ് 370 വകുപ്പ് അതെടുത്തു കളഞ്ഞു കാശ്മീരില്. അതെടുത്തു കളഞ്ഞത് കൊണ്ടാണ് ഈ ഭീകരവാദികൾക്ക് ഇങ്ങനെ ആളുകളെ വെടിവെച്ചു കൊല്ലാനുള്ള തോന്നലുണ്ടായത് എന്നാണ് പറഞ്ഞത്. ആ ടൂറ് പോകുന്ന കൂട്ടത്തിൽ എം എ ബേബി ഉണ്ടായിരുന്നെങ്കിലോ, ടൂറ് പോകാൻ തീരുമാനിച്ചവരുടെ കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ലീഡർ വി ഡി സതീശൻ ഉണ്ടായിരുന്നുവെങ്കിലോ, ടൂറ് പോകാൻ തീരുമാനിച്ചവരുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നുവെങ്കിലോ പേര് ചോദിക്കും, പിന്നെ പരിശോധന നടത്തും. അത് കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ അവർക്കും സംഭവിക്കുക? അതുപോലും ചിന്തിക്കാതെ 370 വകുപ്പ് എടുത്തു കളഞ്ഞത് കൊണ്ടാണോ എന്ന് എം എ ബേബി സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോ അത് നിരുത്തരവാദപരമായി പോയി എന്ന് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ സഹപ്രവർത്തകന്മാർക്കോ മാർക്സിസ്റ്റ് പാർട്ടിയിലോ ഒറ്റൊരുത്തരും സാധിച്ചില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമായിട്ട് ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വസ്തുതയാണ്.